പ്രൈസ് ദി ലോർഡ്. സ്നേഹമുള്ളവരെ, റോമ 13:13 പരിശുദ്ധാത്മാവ് നമ്മോട് പറയുകയാണ്, പകലിന് യോജിച്ച വിധം നമുക്ക് ജീവിക്കാം. സുഖലോലുപതയിലോ മദ്യലഹരിയിലോ അവിഹിത വേഴ്ചകളിലോ വിഷയാസക്തിയിലോ കലഹത്തിലോ അസൂയയിലോ നിങ്ങൾ വ്യാപരിക്കരുത്. ദുർമോഹങ്ങളിലേക്ക് നയിക്കത്തക്ക വിധം ശരീരത്തെപ്പറ്റി നിങ്ങൾ ചിന്തിക്കാതിരിക്കുവിൻ. നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നതും ഇനി ഉണ്ടാകാൻ ഇടയുള്ളതുമായ പ്രലോഭനങ്ങളെ മുൻകൂട്ടി കണ്ടുകൊണ്ട് പരിശുദ്ധാത്മാവ് വിശുദ്ധ പൗലോസ്ലീഹായിലൂടെ പറയുകയാണ്, ദുർമോഹങ്ങളിലേക്ക് നയിക്കത്തക്ക വിധം ശരീരത്തെപ്പറ്റി നിങ്ങൾ ചിന്തിക്കരുത്. സുഖലോലുപത, മദ്യാസക്തി, ജീവിത വ്യഗ്രത, അവിഹിത വേഴ്ച, അസൂയ, കലഹം എന്നിവയിൽ നിങ്ങൾ വ്യാപരിക്കരുത്. ഇതെല്ലാം നാശത്തിലേക്ക് നമ്മെ കൊണ്ടു ചെന്നെത്തിക്കും. ദൈവാത്മാവ് വസിക്കുന്ന നമ്മുടെ ശരീരത്തെ വിശുദ്ധിയിലും മാന്യതയിലും കാത്തു സൂക്ഷിക്കണം. 1 തെസ്സലോനിക്ക 4:3-7 തിരുവചനങ്ങളിലൂടെ വിശുദ്ധ പൗലോസ്ലീഹ പറയുന്നു, നിങ്ങളുടെ വിശുദ്ധീകരണമാണ് കർത്താവ് അഭിലഷിക്കുന്നത്. അസന്മാർഗികതയിൽ നിന്ന് നിങ്ങൾ ഒഴിഞ്ഞു മാറണം. അശുദ്ധിയിലേക്കല്ല, വിശുദ്ധിയിലേക്കാണ് ദൈവം നമ്മെ വിളിച്ചിരിക്കുന്നത്. ദൈവം നമ്മുടെ വിശുദ്ധിയാണ് ആഗ്രഹിക്കുന്നത്. ദൈവം പറയുന്ന ഈ കാര്യങ്ങൾ അവഗണിക്കുന്ന നാം ദൈവത്തെ ആണ് അവഗണിക്കുന്നത്. നമുക്ക് എന്തുകൊണ്ടാണ് അവഗണിക്കണം എന്നുള്ള ചിന്ത വരുന്നത്? ലോകം മുഴുവൻ സാത്താൻ്റെ പിടിയിലാണ്. അതനുസരിച്ച് നീങ്ങുവാനുള്ളൊരു പ്രേരണയാണ് എപ്പോഴും നമ്മളിൽ ഉണ്ടാകുന്നത്. ദൈവം നമ്മുടെ വിശുദ്ധിക്ക് ഇത്രമാത്രം പ്രാധാന്യം കൊടുത്തിരിക്കുന്നത് എന്തുകൊണ്ടാണ്? എബ്രായർ 12:14 തിരുവചനം പറയുന്നു, എല്ലാവരോടും സമാധാനത്തിൽ വർദ്ധിച്ച് വിശുദ്ധിക്ക് വേണ്ടി പരിശ്രമിക്കുവിൻ. വിശുദ്ധി കൂടാതെ ആർക്കും ദൈവത്തെ ദർശിക്കുവാൻ സാധിക്കുകയില്ല. നമ്മുടെ ആത്മാവിൻ്റെ രക്ഷയാണ് ദൈവം ആഗ്രഹിക്കുന്നത്. യാക്കോബ് 4:5 തിരുവചനം പറയുന്നു, നമ്മിൽ നിക്ഷേപിച്ചിരിക്കുന്ന ദൈവത്തിൻ്റെ ആത്മാവിനെ ദൈവം അസൂയയോടെ അഭിലഷിക്കുന്നു എന്ന തിരുവെഴുത്ത് വൃഥ ആണെന്ന് നിങ്ങൾ വിചാരിക്കുന്നുവോ എന്ന്. പിതാവായ ദൈവം നമ്മെ എത്രമാത്രം സ്നേഹിക്കുന്നുണ്ടെന്ന് നാം മനസ്സിലാക്കണം. യോഹന്നാൻ 3:16 പറയുന്നുണ്ട്, അവനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കുന്നതിന് വേണ്ടി തൻ്റെ ഏകജാതനെ നൽകാൻ തക്കവിധം ദൈവം ലോകത്തെ അത്രമാത്രം സ്നേഹിച്ചു. ദൈവം തൻ്റെ പുത്രനെ ഈ ലോകത്തിലേക്ക് അയച്ചത് ലോകത്തെ ശിക്ഷയ്ക്ക് വിധിക്കാനല്ല, പ്രത്യുത അവൻ വഴി ലോകം രക്ഷ പ്രാപിക്കാനാണ്. അപ്പം നമ്മെ ഓരോരുത്തരെയും രക്ഷിച്ച് സ്വർഗഭാഗ്യത്തിലേക്ക് നമ്മെ ചേർക്കുന്നതിന് വേണ്ടി സ്വപുത്രനെ ബലിയായി നൽകിയവനാണ് ദൈവം. ആ ദൈവത്തിൻ്റെ സ്നേഹത്തെ നാം അവഗണിക്കരുത്. യേശുവിൻ്റെ രണ്ടാമത്തെ ആഗമനത്തെ പ്രതീക്ഷിച്ചുകൊണ്ട് കാത്തിരിക്കുന്ന നമുക്ക് ഈ ലോക ജീവിതത്തിലൂടെ നേടിയെടുക്കേണ്ടത് വിശുദ്ധിയാണ്. വിശുദ്ധി കൂടാതെ ദൈവത്തെ ദർശിക്കുവാൻ നമുക്ക് സാധിക്കുകയില്ല. യേശു വരുന്നത് നമ്മെയും കൂട്ടി സ്വർഗത്തിലേക്ക്, പിതാവിൻ്റെ പക്കലേക്ക് പോകുന്നതിന് വേണ്ടിയാണ്. സ്വർഗത്തിൽ പിതാവിൻ്റെ പക്കൽ എത്തിച്ചേരുന്നതിന് നമുക്കാവശ്യം വിശുദ്ധിയുടെ വെള്ളവസ്ത്രമാണ്. ജെറമിയ പ്രവാചകനിലൂടെ കർത്താവ് പറയുന്നുണ്ട്, മനുഷ്യൻ്റെ ഹൃദയം മറ്റെന്തിനേക്കാളും കാപട്യമുള്ളതും ശോചനീയമാവിധം ദുഷിച്ചതുമാണ്. എത്ര നാളാണ് നീ ഈ ദുഷിച്ച ഹൃദയവും പേറി നടക്കുക? നിൻ്റെ ഹൃദയത്തിൽ നിന്ന് ദുഷ്ടത കഴുകിക്കളയുക, എന്നാൽ നീ രക്ഷ പ്രാപിക്കും എന്ന്. നമ്മുടെ ഹൃദയത്തിലെ ദുഷ്ടത കഴുകിക്കളഞ്ഞ് നമ്മുടെ ഹൃദയത്തിലേക്ക് വിശുദ്ധി വരുത്തി പകലിന് യോജിച്ച വിധം നമുക്ക് ജീവിക്കാം. എല്ലാവർക്കും ഒരു നല്ല ദിനം ആശംസിക്കുന്നു. ദൈവം നമ്മെ ഓരോരുത്തരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.